ഇനി അതിൻ്റെ മെറിറ്റ്സ് ആണ്. ഒരു കമ്പാരിറ്റീവ്ലി ന്യൂ അല്ലെങ്കിൽ ഒരു റിഫ്രഷിങ് കോൺസെപ്റ്റ് ആണ്. മുമ്പൊന്നൊക്കെ കണ്ടുവന്നതിലും വളരെ റിഫ്രഷിംഗ്ലി ന്യൂ തിങ്കിങ് അല്ലെങ്കിൽ തോട്ട് ആണ് ഈ ഒരു അപ്രോച്ച്. ഇനി ഒരു കുറച്ചും കൂടി ഒരു ബ്രോഡർ ഫ്രെയിംവർക്കാണ്. ക്ലാസിക്കൽ നിയോ ക്ലാസിക്കൽ തിയറീസിന്റെ ഒക്കെ വളരെ പരിമിതമായിട്ടുള്ള ഫ്രെയിംവർക്കിൽ നിന്ന് മാറി മാനേജറിയൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും മാനേജറിയൽ ഫങ്ഷൻസ് സ്മൂത്തായി പോവാനും ഒരുവിധം ബ്രോഡായിട്ട് കൂടിയുള്ള ഒരു ഫ്രെയിംവർക്കാണ്. ഒരു ഹോളിസ്റ്റിക് വ്യൂ ഓർഗനൈസേഷൻ ആണ്. അത് ഒരു ആസ് എ ഹോൾ ആണ് ഓർഗനൈസേഷൻ സ്റ്റഡീഡ് ആസ് എ ഹോൾ. ഈവൻ ദോ അത് പാർട്സ് ആയിട്ടുള്ളതാണെങ്കിലും അങ്ങനെ പാർട്സ് ആയിട്ടല്ല, ഹോൾ ആയിട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. ഓർഗനൈസേഷന്റെ എൻവിറോൺമെന്റിനോടുള്ള അഡാപ്റ്റീവ് നേച്ചറിനാണ് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓർഗനൈസേഷൻ എൻവിറോൺമെന്റ് ഇന്റർഫേസിനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടാണ് ഈ ഒരു അപ്രോച്ച് പ്രകാരം എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടത്. ഇനി ഡിഫറെന്റ് ലെവൽസ് ഒരു സിസ്റ്റത്തിലും ആ ഡിഫറെന്റ് ലെവൽസിലുള്ള ഇന്റർ റിലേഷനും ഇന്റഗ്രേഷനും എങ്ങനെയാണെന്ന്, ഇപ്പൊ ഇൻഡിവിജ്വൽ ഗോൾസ് തൊട്ടിട്ട് ഓവറോൾ ഓർഗനൈസേഷന്റെ ഗോൾസ് എത്തുന്നത് വരെ ഉള്ള കാര്യങ്ങൾ പല ലെവൽ ഓഫ് ഇന്റഗ്രേഷൻ ലെവൽസിലാണ് റിലേഷൻസ് ആൻഡ് ഇന്റഗ്രേഷൻസ് വരുന്നത്. അപ്പൊ അതൊരു അത്രയും ബ്രോഡായിട്ടുള്ളൊരു കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു ഇഫക്റ്റീവ് ഇന്ററാക്ഷൻ ഓഫ് പാർട്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻ എ സ്പെസിഫിക് അറേഞ്ച്മെന്റ് ഫോർ അറ്റൈൻമെന്റ് ഓഫ് ഗോൾ എന്നാണ്. അല്ലാതെ ഒറ്റൊരു പാർട്ടിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല, ഇറ്റ്സ് അബൌട്ട് ദ എൻറ്റയർ ഓർഗനൈസേഷൻ എന്നതാണ്. പിന്നെ എല്ലാത്തിനും എന്ത് കാര്യത്തിനും ഇമ്പാക്ട് ഓഫ് എൻവിറോൺമെന്റ് ഓൺ ഓർഗനൈസേഷൻ ആൻഡ് വൈസ് വേഴ്സ. ആ ഒരു എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എൻവിറോൺമെന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻ, തിരിച്ചും മറിച്ചുള്ള ഇന്ററാക്ഷൻ വളരെയധികം നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഇന്റഗ്രേറ്റഡ് തിങ്കിങ് ആണ് ഇവിടെ മാനേജർക്ക് വേണ്ടത്. ഒരു സെപ്പറേറ്റ് ആയിട്ടല്ല, മറിച്ച് മാനേജർ എന്ത് കാര്യം ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോഴായാലും ഒരു ഡിസിഷൻ എടുക്കുമ്പോഴായാലും കൺട്രോൾ ചെയ്യുമ്പോഴായാലും കോർഡിനേറ്റ് ചെയ്യുമ്പോഴായാലും ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആൻഡ് തിങ്കിങ് മാനേജർ ശീലിക്കേണ്ട ആവശ്യം വരും. ഇന്റർ റിലേറ്റഡും ഇന്റർ ഡിപ്പെൻഡന്റ് ആണ് സബ് സിസ്റ്റം എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നിന്റെ ഡിസ്റ്റർബൻസ് എങ്ങനെ ബാധിക്കും, അങ്ങനെ ബാധിക്കുമ്പോൾ അത് എങ്ങനെ ഹോൾ ഓർഗനൈസേഷനെ ബാധിക്കും എന്നുള്ളൊരു ധാരണ കൂടി ഈ ഒരു സിസ്റ്റം അപ്രോച്ച് വഴി നമുക്ക് കിട്ടുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പറയുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു വെറും തിയററ്റിക്കൽ അപ്രോച്ചാണ്. ഇങ്ങനെ ഒരു ഓർഗനൈസേഷനെ ഒരു സിസ്റ്റമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യും, അവിടുത്തെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ള ടൂൾസും ടെക്നിക്സും മെത്തേഡ്സും ഒന്നും ഈ തിയറി പറഞ്ഞില്ല. പ്യോർ ഒരു തിയററ്റിക്കൽ ഇത് മാത്രമാണ്. ഇനി ഇന്റർ കണക്ഷൻ, ഇന്റർ റിലേഷൻ, ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ എക്സാക്ട് നേച്ചർ ഓഫ് ഇന്റർ ഡിപ്പെൻഡൻസ് എപ്പോഴും ആ ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയായി നിലനിൽക്കുമ്പോൾ ആ ഇന്റർ ഡിപ്പെൻഡൻസിന്റെ സ്വഭാവം എന്താണെന്ന് കറക്റ്റ് അറിയുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ കൂടുതൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റാൻ പറ്റും. പക്ഷെ ഇവിടെ അത് പറയുന്നില്ല. അതുപോലെ തന്നെ ഈ ഇന്റേണൽ എക്സ്റ്റേണൽ എൻവിറോൺമെന്റ് ഓഫ് ദ ഓർഗനൈസേഷനുമായിട്ടുള്ള എക്സാക്ട് നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളത് പറയുന്നില്ല. പിന്നെ ഒരു യൂണിഫോം അപ്രോച്ച് അല്ല, അത് എൻവിറോൺമെന്റൽ വേരിയബിൾസ് മാറുന്നതിനനുസരിച്ചിട്ട് എൻവിറോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതായാണ് എന്ന് വരുമ്പോൾ ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി വരുന്നില്ല. യൂണിഫോം അപ്രോച്ചിൽ ഓരോ ഓർഗനൈസേഷന്റെയും എൻവിറോൺമെന്റ് ഡിഫറെന്റ് ആയിരിക്കില്ല. അപ്പൊ അതനുസരിച്ചിട്ട് മറ്റു വേരിയബിൾസ് ഒക്കെ ഡിഫറെന്റ് ആയി വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു യൂണിഫോം ആപ്ലിക്കബിലിറ്റി വരുന്നില്ല. പിന്നെ എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് ആഡ് ചെയ്തു മാനേജ്മെന്റിന് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഈവൻ ഈ അപ്രോച്ച് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു, ഡിസിഷൻസ് എടുത്തിരുന്നു, എൻവിറോൺമെന്റൽ വേരിയബിൾസ് ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു എൻവിറോൺമെന്റൽ കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാനുള്ള വല്ല ടെക്നിക്കും ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കോൺട്രിബ്യൂഷനാന്ന് പറയായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഇല്ല. വെറുതെ ഒരു
കൺസിഡർ ചെയ്യണം എന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും ഇതിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് കൂടുതലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. എല്ലാ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും ഇത് അപ്ലിക്കബിൾ അല്ല. സ്മോൾ ഓർഗനൈസേഷൻ അഡാപ്റ്റ് ചെയ്യാൻ, എൻവിറോൺമെന്റൽ വേരിയബിൾസിനോട് അഡാപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ലാർജ് ഓർഗനൈസേഷനെ വെച്ച്. അപ്പം നമുക്ക് തന്നെ അറിയാം, COVID-19 എന്ന് പറയുന്നത് ഒരു എൻവിറോൺമെന്റ്, നമ്മുടെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്റ്റേണൽ എൻവിറോൺമെന്റിൽ വന്ന വലിയൊരു മാറ്റമാണ്. ആ മാറ്റത്തിനോട് പിടിച്ചു നിൽക്കാൻ പറ്റിയത് വലിയ വലിയ കമ്പനികൾക്കേ ഉള്ളൂ. ചെറുകിട കച്ചവടമൊക്കെ അടച്ചു പോവുക തന്നെയാണ് ചെയ്തത്. അപ്പം അങ്ങനെ വരുമ്പോൾ എൻവിറോണൽ വേരിയബിൾസിൽ വരുന്ന വ്യത്യാസത്തിനെ, ആ വ്യത്യാസത്തിന്റെ ഇന്റൻസിറ്റിയും ഇമ്പാക്റ്റും ഒക്കെ അനുസരിച്ചിട്ട് എല്ലാ ഓർഗനൈസേഷനും അഡോപ്റ്റ് ചെയ്തൊന്നും പോകാൻ പറ്റണം എന്നില്ല. മിക്കപ്പോഴും ഇത് പ്രാവർത്തികം ലാർജ് ഓർഗനൈസേഷന്റെ കേസസിൽ മാത്രമാണ്. പിന്നെ വല്ലത് മാനേജേഴ്സിന്, പ്രാക്ടീസ് ചെയ്യുന്ന മാനേജേഴ്സിന് വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിന് ഒരു ടൂൾസോ ടെക്നിക്സോ ഒന്നും പറയുന്നില്ല. വളരെ അബ്സ്ട്രാക്റ്റും വേഗമായിട്ടുള്ള ഒരു കോൺസെപ്റ്റിനപ്പുറം പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഡയറക്ട്ലിയും ഈസിലിയും സോൾവ് ചെയ്തെടുക്കാവുന്ന പ്രാക്ടീസിങ് ടൂളുകളൊന്നും ഈ ഒരു അപ്രോച്ച് വഴി പറയുന്നില്ല. ഇന്ററാക്ഷൻ, ഈ പറഞ്ഞ പോലെ ഇന്ററാക്ഷന്റെയും ഇന്റർഡിപെൻഡൻസിന്റെയും നേച്ചർ അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പരാജയം. ഡിഫറൻസ് ഇൻ സിസ്റ്റം, ഇപ്പോൾ എല്ലാ സിസ്റ്റത്തിലും ഇന്ററാക്ഷനും ഇന്റർഡിപെൻഡൻസും ഇന്റർ കണക്റ്റഡ്നെസ്സും ഇന്റർലിങ്ക്നെസ്സും ഒക്കെ ഉണ്ടാവും. അതിന്റെ ബേസിസിൽ സിസ്റ്റത്തിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമോ, ഉണ്ടെങ്കിൽ ഓരോ ഓർഗനൈസേഷനും അതിൽ ഏത് വിഭാഗത്തിൽ പെടും, അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ധാരണകളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സിസ്റ്റം അപ്രോച്ചിന് പറ്റിയിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ ലിമിറ്റേഷൻ. നെക്സ്റ്റ് കണ്ടീജൻസി അല്ലെങ്കിൽ സിറ്റുവേഷണൽ അപ്രോച്ച് ആണ്. നമുക്കറിയാം, ക്ലാസിക്കലായാലും നിയോ ക്ലാസിക്കൽ ആയാലും ക്വാണ്ടിറ്റേറ്റീവ് സ്കൂളൊക്കെ ആയാലും അതൊക്കെ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിന്മ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ക്ലാസിക്കൽ ആണെങ്കിൽ പ്രൊഡക്ഷൻ, നിയോ ക്ലാസിക്കൽ ആണെങ്കിൽ പീപ്പിൾ ഓറിയന്റഡ്, ക്വാണ്ടിറ്റേറ്റീവ് സ്കൂൾ ഓഫ് തോട്ട് ആണെങ്കിൽ ടു മച്ച് ഇൻ ടു ഡിസിഷൻ മേക്കിംഗ്. പലതിനും ഒരു ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. അതിനൊരു പരിധിവരെ സിസ്റ്റം അപ്രോച്ചും കണ്ടീജൻസി അപ്രോച്ചുമാണ് ഒരു പരിധിവരെ ആ ഒരു ഇൻ്റഗ്രേറ്റഡ് ബ്രോഡ് കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് കൊണ്ടുവന്നത്. അതിൽ തന്നെ സിറ്റുവേഷണൽ അപ്രോച്ചിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും have no universal or general applicability under all situation. One best method of doing things under all situation at all times അതൊരു എവിടെയും പറയുന്നില്ല. എന്ന് വെച്ച് എല്ലാ സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എല്ലാ സമയത്തും എപ്പോഴും നമുക്ക് അവലംബിക്കാവുന്ന ഒരു വൺ ഗുഡ് മെത്തേഡ് എന്നൊരു വർത്താനം എവിടെയും ഇല്ല. അതുകൊണ്ട് തന്നെ കണ്ടീജൻസി അപ്രോച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ, task of the manager is to try to identify which technique or method will be most suitable for achieving the management objectives under the available situation. ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയിൽ ഏത് അപ്രോച്ച് ഉപയോഗിക്കുന്നതാണ് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുക, ആ അപ്രോച്ച് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് ഉപയോഗിക്കലാണ് സത്യം പറഞ്ഞ ഒരു മാനേജർ ചെയ്യേണ്ടത്. ഒന്നാലോചിക്കുമ്പോൾ അത് ശരിയാണ്. കാരണം ഈ ക്ലാസിക്കൽ ആയിക്കോട്ടെ, നിയോ ക്ലാസിക്കൽ ആയിക്കോട്ടെ, ക്വാണ്ടിറ്റേറ്റീവ് ആയിക്കോട്ടെ, ഏതൊരു മെത്തേഡ് ആണെങ്കിലും വൺ ബെസ്റ്റ് മെത്തേഡ് വിച്ച് ഈസ് സ്യൂട്ടബിൾ അറ്റ് ഓൾ ടൈംസ് ഇൻ ഓൾ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു തരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ചിട്ട് ഈ മെത്തേഡുകൾ പലതും മാറി മറിഞ്ഞു വരാം എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഒരു മാനേജർ എന്താ അറിഞ്ഞിരിക്കേണ്ടത്? ശരിക്ക് ഈ പറയുന്ന പല അപ്രോച്ചുകളിൽ ഏത് അപ്രോച്ചാണ് ഇന്നത്തെ ആ ഓർഗനൈസേഷന്റെ സവിശേഷമായ സിറ്റുവേഷനും ആ ഇക്കോണമിയുടെ ആ രാജ്യത്തിന്റെ സവിശേഷമായ സിറ്റുവേഷനും യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് കണ്ടുപിടിക്കുക എന്നതാണല്ലോ. അതാണ് ശരിക്കും സിറ്റുവേഷണൽ അല്ലെങ്കിൽ കണ്ടീജൻസി അപ്രോച്ചിൽ പറയുന്നത്. അതായത് എൻറ്റയർലി സിറ്റുവേഷണൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ആ സിറ്റുവേഷൻ എന്താണെന്ന് ടൈം ടു ടൈം മെഷർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ്മെന്റ് ചെയ്യണമെന്നാണ്. ഇനി യൂണിവേഴ്സാലിറ്റി എന്നൊരു സങ്കല്പം ഇല്ല. വൺ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് തിങ് നമുക്ക് പോസിബിൾ അല്ല.
സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒബ്ജക്റ്റീവും സ്ട്രക്ചറും സ്ട്രാറ്റജീസും പോളിസീസും പ്ലാൻസും ഒക്കെ മാറ്റേണ്ടതായിട്ട് വരും. ഇനി ഈ പോളിസീസ് ആയാലും പ്രാക്ടീസസ് ആയാലും സ്ട്രാറ്റജീസ് ആയാലും ഇഫക്റ്റീവ് ആവണമെങ്കിൽ ചേഞ്ചസിനോട് അഡാപ്റ്റ് ചെയ്യാൻ, സിറ്റുവേഷനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ്. മാനേജ്മെന്റ് ഷുഡ് മാച്ച് ഇറ്റ്സ് അപ്രോച്ച് ആസ് പെർ റിക്വയർമെന്റ് ഓഫ് ദ സിറ്റുവേഷൻ. ഞങ്ങളുടെ അപ്രോച്ച് ഇതാണ്, വി ഗീവ് ടു മച്ച് ഇമ്പോർട്ടൻസ് ടു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ അതിനല്ല ആവശ്യം, ഇപ്പോൾ അങ്ങനെ മറ്റൊരു അപ്രോച്ചാണ് ആവശ്യമെങ്കിൽ ഞാൻ നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഞങ്ങളുടെ കോർ അപ്രോച്ചിനെ മാറ്റില്ല എന്ന് പറഞ്ഞ് വാദിക്കാൻ പറ്റില്ല. അപ്പൊ ടൈം ടു ടൈം വരുന്ന ചേഞ്ചസിന് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ അപ്രോച്ചിനെ മാച്ച് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ അസാമാന്യം ഡയഗ്നോസ്റ്റിക് സ്കിൽസ് വേണം. എൻവിറോൺമെന്റിൽ വരുന്ന ചേഞ്ചസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും അതിന് റെഡി ആയിട്ടിരിക്കാനുമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് സ്കിൽസ് വേണം. ഹ്യൂമൻ റിലേഷൻ സ്കില്ല് വേണം. അക്കോമഡേറ്റ് ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യാനും, ചേഞ്ച് അക്കോമഡേറ്റ് ചെയ്യാനും സ്റ്റെബിലൈസ് ചെയ്യാനുമുള്ള ഒരു സ്കില്ല് ആവശ്യമായിട്ട് വരും. കണ്ടിജൻസി മോഡലിന്റെ ബേസിസിൽ വേണം ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്യാൻ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും, ഇൻഫർമേഷൻ ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും ലീഡർഷിപ്പ് സ്റ്റൈൽ ആയാലും ഒബ്ജക്റ്റീവ് പോളിസി സ്ട്രാറ്റജി പ്രോഗ്രാം പ്രാക്ടീസ് വാട്ട് എവർ ഇറ്റ് ബി, അതെല്ലാം ഈ കണ്ടിജൻസി മോഡലിന്റെ ബേസിസിൽ വേണം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു റിയലിസ്റ്റിക് വ്യൂ ആണ് ആക്ച്വലി. അതായത് നമ്മൾ പറയുന്ന പോലെ ഒരു കാർഡടിച്ച് വെടിവെക്കുക എന്നുള്ള ഒരു രീതിയല്ല. ടിപ്പിക്കലി അതൊരു സ്റ്റീരിയോ ടൈപ്ഡ് അല്ല, വളരെ ഇന്നോവേറ്റീവ് ക്രിയേറ്റീവ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ഒരു റിയലിസ്റ്റിക് വ്യൂ ആണ്, കുറച്ചും കൂടി യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇനി ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ചേഞ്ചിങ് എൻവിറോൺമെന്റിനോട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിന് സ്പെഷ്യൽ എഫേർട്ടുകൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനും എൻവിറോൺമെന്റൽ ചേഞ്ചസിന് കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള എഫേർട്ടുകളൊക്കെ ആവശ്യമാണ്. അത് മാനേജേഴ്സ് റിയലൈസ് ചെയ്യണം. വൺ ബെസ്റ്റ് വേ ഇല്ല. അതുകൊണ്ട് നിലവിലുള്ള ടെക്നിക്സ് സിറ്റുവേഷനനുസരിച്ചിട്ട് ഉപയോഗിച്ചിട്ട് സിറ്റുവേഷൻ എങ്ങനെ നമ്മൾ കൂളായിട്ട് ഫേസ് ചെയ്യണു എന്നതനുസരിച്ചായിരിക്കും നമ്മുടെ സക്സസ് എന്നാണ് കണ്ടിജൻസി അപ്രോച്ച് പറയുന്നത്.